പുതപ്പ് എവിടുന്ന കിട്ടിയത്? അത് വാങ്ങിയതാണോ? വാങ്ങിയതല്ല, എനിക്ക് ആ പിള്ളേര് തന്നതാ. ആ 5 സുന്ദരികള്. 5 സുന്ദരികളോ? അവരെന്തിനാ അത് മന്ദാകിനിക്ക് തന്നെ? അവര് പുതിയ പുതപ്പ് വാങ്ങിയപ്പോ പഴയത് എനിക്ക് തന്നതാ. സത്യമായിട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല സാറേ, അവര് നിർബന്ധിച്ചു തന്നതാ. പുതപ്പിനിപ്പം ആ പിള്ളേര് തന്നെ എടുത്തോണ്ട് പോയതാണോ? അയ്യോ, ആ പിള്ളേർ അങ്ങനെയുള്ളവരല്ല സാറേ, അവരങ്ങനെ ചെയ്യില്ല. ഇത് വേറെ ആരും എടുത്തോണ്ട് പോയതാ. അമ്പിളിയാണോ അത് എടുത്തോണ്ട് പോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? കട്ടോണ്ട് പോണവര് എന്തെങ്കിലും തെളിവ് ബാക്കി വെക്കോ? ആരെങ്കിലും എടുക്കാതെ അതെങ്ങനെ നഷ്ടപ്പെടാനാ? പെട്ടിയിൽ നിന്ന് അപ്രത്യക്ഷപ്പെടാൻ അത് മാന്ത്രിക പുതപ്പൊന്നല്ലല്ലോ. മന്ദാകിനി എല്ലായിടത്തും ഒന്നുകൂടെ നോക്ക്. അത് അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഇനിയിപ്പോ ഏതായാലും അത് കിട്ടുകയാണെ എന്നെ ഒന്ന് അറിയിക്കണം. മന്ദാകിനി പൊയ്ക്കോ. ശരി സാർ. ചെന്ന് നോക്ക്. അല്ല, ആ കമ്പിളി പുതപ്പ് എങ്ങനെ പെട്ടിന്ന് കാണാതെ പോയി? ഈ ഗബ്രിയൽ സാർ എന്തിനാ ഈ പുതപ്പ് അന്വേഷിക്കുന്നത്? എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടാവും. ഇനി ജ്യൂസ് കുടിച്ചിട്ട് യാത്ര തുടരാം. മേഘയുടെ സംസാരം കേട്ടാ തോന്നും നമ്മുടെ വണ്ടി എല്ലാരും കൂടെ തള്ളിയാ ഓടിക്കുന്നേന്ന്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേ കാണിച്ചു തരാം. കൊണ്ടുവന്ന സാധനങ്ങൾ നീ തന്നില്ല എന്നുണ്ടെങ്കിലേ ഞങ്ങക്ക് കൈയുണ്ട് എടുത്ത് കഴിക്കാൻ. പിന്നെ കാണാം. നിനക്ക് എന്തു പറ്റി? നീ എന്താ ജ്യൂസ് കുടിക്കാത്തെ? കുടിക്കാം. നിനക്കിത് ഇഷ്ടായില്ലേ? എനിക്കല്ലേ ഇഷ്ടോ. ആ, എന്നാ പിന്നെ കുടിക്ക. കൊള്ളാല്ലേ? കുടിക്കടാ. എനിക്കിപ്പ വേണ്ട. കുടിക്ക്. ഞാൻ പറയുന്ന ആരോ, അയ്യോ, എന്റെ ഷർട്ട് മൊത്തം വൃത്തികേടായി. എടാ എടാ, സോറിടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ ഇവന്റെ ഷർട്ട് മൊത്തം വൃത്തിയേടാക്കിയോ? ഇവന്റെ വേറെ ഷർട്ടും ഇല്ല. ഷർട്ട് ഫുള്ള് വാഷ് ചെയ്യേണ്ടി വരുമല്ലോ. ഈ ഷർട്ട് കൊണ്ടുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ യാത്ര ചെയ്യും? നീ ടെൻഷൻ ആവണ്ട. ഇതിന് പകരം നിനക്ക് വേറെ ഉടുപ്പ് കിട്ടിയാ പോരെ? പെൺകുട്ടികളുടെ ഉടുപ്പൊന്നും എനിക്ക് വേണ്ട. എടാ, നിനക്ക് ഇടാൻ പറ്റിയ ഒരു ഉടുപ്പ് എന്റെ കയ്യിലുണ്ട്. ആ, എന്നാ നീ അതെടുത്ത് അവന് കൊടുക്ക്. ആ, നീങ്ങ വാ, ഞാൻ ഉടുപ്പ് എടുത്തു തരാം. എന്ത് പണിയാ കാണിച്ചേ? വേഗം ഒന്ന് ഷർട്ട് എടുക്ക്. ഡാ, നീ ഇങ്ങനെ തിടുക്കം കൂട്ടല്ലേ, ഞാൻ എടുത്തു തരാം. ഇത് പിടിച്ചേ. മോഴക്കുന്നിലേക്കുള്ള യാത്ര ആയതുകൊണ്ടാ ഞാനിത് എടുത്തത്. അതിപ്പോ നിനക്ക് ഉപകാരമായല്ലോ. ഡാ, നീ എന്താ നോയിക്കൊണ്ട് നിൽക്കുന്നേ? വേഗം മാറ്റ്. നീ എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല, നിന്റെ അവസ്ഥ ഓർത്തപ്പോ ചിരി വന്നതാ. എന്റെ ഷർട്ട് വൃത്തിയേടാക്കിട്ട് എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ കരഞ്ഞോണ്ട് നിന്നാ നിനക്ക് എന്നെ ഇഷ്ടാവോ? നീ എന്താ എന്നിങ്ങനെ നോക്കുന്നെ? ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ. അല്ല, തന്റെ മുഖത്ത് ഇങ്ങനൊരു ഭാവം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്നെ നോക്കി നിൽക്കാതെ ഉടുപ്പിട്. ഇതെന്താ? ഇതിന്റെ സിബ് പ്രശ്നമാണല്ലോ.
സിബിന് എന്താ പറ്റിയ? ഞാൻ നോക്കട്ടെ. കൈ മുറിഞ്ഞു നോക്കട്ടെ. ആരവ്, വൃന്ദ ആരോ എവിടെ? അവനിതിൽ ഉടുപ്പിട്ട് കഴിഞ്ഞില്ലേ? വൃന്ദേ, ആ നോക്കാം. നിങ്ങളിവിടെ എന്തെടുക്ക? അത് ഒരു ഡ്രസ്സ് മാറാൻ ഇത്ര സമയോ? അല്ല, ഇതിന്റെ സിബിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി. ഈ വേഷത്തിൽ നീ കൊള്ളാം. നീ കൂടുതൽ സുന്ദരനായിട്ടുണ്ട്. എല്ലാരും വണ്ടി കയറി പോണ്ടേ? ആ അണ്ണാ, അണ്ണാ, രുദ്രണ്ണ, അണ്ണാ, രുദ്രണ്ണ, എന്താ അവരുടെ കൂടെ ഉണ്ടെണ്ണ. ആരവ് 5 സുന്ദരികളുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ 5 സുന്ദരികൾ ആരവും ഒരുമിച്ചാണ് യാത്ര. അതെ, അവരൊന്നിച്ച മോഴക്കുന്നിലേക്ക് പോയിരിക്കുന്നത്. നീ അവനെ കണ്ടോടാ? കണ്ടു. അവരുടെ വണ്ടി കണ്ടപ്പോഴാ ഞാൻ അവനെ ശ്രദ്ധിച്ചത്. ഞാൻ അവനെ കണ്ടതും അവർ വണ്ടി വിട്ടുപോയി. നമുക്കിപ്പോ തന്നെ പോയി ആരവനെ പിടികൂടണം. അപ്പൊ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെയാണല്ലോ ഇഷാനെ നടക്കാൻ പോകുന്നത്. ആരവിനെ സംരക്ഷിക്കുന്നത് 5 സുന്ദരികളാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ല അണ്ണാ. 5 സുന്ദരികൾ ആരവിനെ മോഴക്കുന്നിൽ ഒളിച്ചു താമസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവനെ തീർക്കണ്ട. അതിന് നമ്മളാരും അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ആരവിന്റെ ശവം പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ ആള് പോയിട്ടുണ്ടടാ. അവന്മാർക്ക് ആ സ്ഥലത്തിന്റെ മുക്കും മൂലയും അറിയാം. ആരവിനെ 5 സുന്ദരികളെയും കെണിയിലാക്കിയിട്ട് അവന്മാർ റെഡിയാക്കും. ആരവ് അവരുടെ കൂടെ ഉണ്ടെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇനിയെല്ലാം പെട്ടെന്നായിരിക്കും.